ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി എന്ന് പറയുന്നത് എല്ലാവർക്കും കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും, നല്ലൊരു പാലാടയുടെ റെസിപ്പിയാണ് കേട്ടോ. നോക്കിയേ, കാണുമ്പോൾ തന്നെ അറിയാം എത്രത്തോളം തിന്നായിട്ടാണ് ഇതിരിക്കുന്നതെന്ന്. എൻ്റെ കൈവിരലൊക്കെ അതിനകത്തൂടെ കാണാം. അത്രയ്ക്ക് സോഫ്റ്റാണ് കേട്ടോ. അത്രയ്ക്ക് കട്ടി കുറഞ്ഞ് നല്ല പേപ്പർ പോലെ ഇരിക്കുകയാണ് കേട്ടോ. എളുപ്പമാണേ ഉണ്ടാക്കാനും, നല്ല ടേസ്റ്റുമാണ്. കറിയൊന്നും വേണമെന്ന് നിർബന്ധമൊന്നുമില്ല ഇത് കഴിക്കാനായിട്ട്. തേങ്ങാപ്പാലും പഞ്ചസാരയാണെങ്കിലും സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊന്ന് വീഡിയോയിലോട്ട് പോയിട്ട് വരാം. അതിനായിട്ട് ഞാൻ പച്ചരി വെള്ളത്തിലിട്ട് കഴുകി വൃത്തിയാക്കിയ പച്ചരിയാണ് കേട്ടോ. അത് ഞാൻ റേഷൻ കടയിൽ നിന്ന് വാങ്ങിയ ആ പച്ചരി തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇത് ഞാനാണെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തതാണ്. അഥവാ നിങ്ങൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് ഒട്ടും തന്നെ ചൂടാവരുത് ഇത് അരയ്ക്കുമ്പോഴേ. അത് കാരണമാണ് ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുപ്പിച്ചെടുത്തത്. അഥവാ നിങ്ങൾ ഫ്രിഡ്ജിൽ വയ്ക്കാൻ മറന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഐസ് ക്യൂബ് ഇട്ട് കൊടുത്താലും മതി കേട്ടോ. ഇനി നമുക്കാണെങ്കിൽ ആ വെള്ളം ഒന്ന് മാറ്റി അരി മാത്രം നമുക്ക് മിക്സിയുടെ ജാറിനകത്തോട്ട് ഇട്ട് കൊടുക്കാമേ. ഒട്ടും നമ്മൾ വെള്ളം ചേർക്കത്തില്ല കേട്ടോ. ഇത് അരയ്ക്കുന്നത് നമ്മൾ തേങ്ങാപ്പാലിനകത്താണ്. നോർമൽ വാട്ടർ നമ്മൾ ഒട്ടും തന്നെ ഇത് അരയ്ക്കാനായിട്ട് ഉപയോഗിക്കത്തില്ലേ. അപ്പം എന്താ, നമ്മളെ പച്ചരിയെല്ലാം ഇട്ടിട്ടുണ്ടേ. ഇനി ഇതിനകത്തോട്ട് നമ്മൾ തേങ്ങാപ്പാലാണ് ഒഴിക്കാൻ പോകുന്നത് കേട്ടോ. അരയ്ക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒട്ടും തന്നെ ഇത് ചൂടാവാൻ പാടില്ല. ഐസ് ക്യൂബോ അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചോ ഇട്ട് വേണം അരയ്ക്കാൻ കേട്ടോ. ഇതിപ്പോൾ ഞാനൊരു ചെറിയ തേങ്ങയുടെ പാല് ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. ഒറ്റ പാല് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഒന്നാം പാല് രണ്ടാം പാല് ഒന്നും അങ്ങനെയൊന്നും വേറെ ഒന്നും എടുത്തിട്ടില്ല. ഒരു വട്ടമായിട്ട് ഇങ്ങനെ മൊത്തത്തിൽ പിഴിഞ്ഞെടുത്തതാണ്. ഇനി ഇത് നമുക്ക് അരയ്ക്കുന്നത് ഈ തേങ്ങാപ്പാൽ യൂസ് ചെയ്താണ് കേട്ടോ. ഇത് മൊത്തത്തിൽ ഒഴിച്ച് നമ്മൾ ആദ്യമേ അരയ്ക്കരുത്. അത് അരയാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. വളരെ കുറഞ്ഞ അളവിൽ പാലൊഴിച്ചിട്ട് നമുക്കിതൊന്ന് ആദ്യം ഒന്ന് നന്നായിട്ട് ഒട്ടും തന്നെ തരിയില്ലാതെ നല്ല അരച്ചെടുക്കണം. എത്രത്തോളം നമുക്ക് കട്ടയില്ലാതെന്ന് വെച്ചാൽ തരിയില്ലാതെ അരയ്ക്കാൻ പറ്റുന്നോ അത്രത്തോളം തരിയില്ലാതെ അരച്ചെടുക്കാൻ നോക്കണേ. അതേ കണക്ക് തന്നെ മിക്സി ഒട്ടും തന്നെ ചൂടാവരുത്. അതുകൊണ്ട് നമ്മൾ നോക്കിക്കോണേ, നിർത്തി അരച്ചെടുത്താൽ മതി. ഇപ്പം ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. നിങ്ങളിതാ നോക്കിക്കോണേ. നോക്കി കയ്യിൽ എടുത്താൽ ഒട്ടും തന്നെ തരിയില്ലാത്ത രീതിയിലാണ് അരച്ചെടുക്കുന്നത്. ഇതേമാതിരി അരച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്കുള്ള പാലാട പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുമേ. അപ്പോൾ ഇനിയാണെങ്കിൽ ഇതിനകത്തോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാമേ. നമ്മളുടെ പാലാടയ്ക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാമേ. ഇനി നമ്മൾ ഇതിനകത്തോട്ട് ചേർക്കുന്നത് ഒരു മുട്ടയാണ് കേട്ടോ. ഒരു വലിയ മുട്ടയാണ്. ഒരു മുട്ടയുടെ ആവശ്യമുള്ളേ. അതിൽ കൂടുതൽ മുട്ടയൊന്നും ചേർക്കണ്ട. ഒറ്റ മുട്ട ചേർത്താൽ മതിയേ. ഇതിപ്പോൾ നല്ല വലിപ്പമുള്ള ഒരു മുട്ടയാണ് ഞാൻ ചേർക്കുന്നത്. നമ്മൾ എത്രത്തോളം അരി എടുക്കുന്നോ അതിനനുസരിച്ച് കേട്ടോ. ഇപ്പം ഞാനാണെങ്കിൽ ഒരു നാഴി അരി എന്ന് പറയത്തില്ലേ, ആ ഒരു കണക്കിലാണ് എടുത്തേക്കുന്നത്. ഒരു ഗ്ലാസ് അരി അതിനകത്തോട്ടാണ് ഞാൻ ഈ മുട്ട പൊട്ടിച്ചൊഴിച്ചേക്കുന്നത് കേട്ടോ. മുട്ട അവസാനം ചേർക്കുന്നതെന്ന് വെച്ചാൽ അഥവാ അരി എങ്ങാനും ഒന്ന് ചൂടായി കഴിഞ്ഞാൽ മുട്ട പെട്ടെന്ന് വെന്ത് പോകും കേട്ടോ. അത് കാരണമാണ് നമ്മൾ അവസാനം ഒന്ന് ജസ്റ്റ് ഒന്ന് എല്ലാം അരഞ്ഞതിന് ശേഷം മുട്ടയും ഉപ്പും ചേർത്ത് ഒന്നുകൂടെ ഒന്ന് കറക്കിയെടുക്കുന്നത്. അതിന് മുമ്പ് ചേർക്കുമ്പോൾ അഥവാ മാവെങ്ങാനും ഒന്ന് ചൂടായി കഴിഞ്ഞാൽ മുട്ട പെട്ടെന്ന് തന്നെ വെന്ത് പോകും കേട്ടോ. ഇനി ഇത് നമുക്കൊന്ന് അരിപ്പയിലൂടെ അരിച്ചെടുക്കണം. ഇത് കണക്ക് എൻ്റെ അരിപ്പ എന്ന് പറയുന്നത് 2 ലെയറായിട്ടുള്ള അരിപ്പയാണ് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെയുള്ള അരിപ്പ ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോട്ടൺ തുണി ഉണ്ടല്ലോ, കോട്ടൺ തുണിക്കകത്തൂടെ അരിച്ചെടുത്താലും മതി. സാധാരണ നമ്മൾ ചായ അരിക്കുന്ന അരിപ്പിനകത്തൂടെ അരിച്ചാൽ അത്ര അങ്ങോട്ട് പെർഫെക്റ്റ് ആയിട്ട് കിട്ടത്തില്ല കേട്ടോ. അത് തരിയൊക്കെ കുറച്ചൊക്കെ അതിനകത്ത് പോകും. അത് കാരണമാണ്. അഥവാ ഇങ്ങനെ അരിപ്പില്ല എന്നുണ്ടെങ്കിൽ കോട്ടൺ തുണിക്കകത്ത്, നല്ല വൃത്തിയുള്ള കോട്ടൺ തുണിക്കകത്തൂടെ അരിച്ചെടുത്താൽ മതി കേട്ടോ. ഇതിപ്പോൾ ഞാൻ മൊത്തത്തിൽ അതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ അതിൻ്റെ അടിമട്ടി എല്ലാം ഇതിനകത്ത് കിടപ്പുണ്ട് കണ്ട, തരിതരിയായിട്ട്. അത് നമ്മൾ ഉപയോഗിക്കത്തില്ല. ഇനി അതിരിക്കുന്ന കുറച്ച് പാവം കൂടെയൊക്കെ നമുക്ക് അരിച്ചൊഴിക്കാം. അതിനാണെങ്കിൽ നമ്മളിതിൽ തേങ്ങാപ്പാലാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ ബാലൻസ് വെച്ചേക്കുന്ന തേങ്ങാപ്പാൽ ഒന്നും കൂടെ ആ ജാറിനകത്ത് ഒഴിച്ചിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കുമ്പം അതിനകത്തുള്ളതുണ്ടോ ബാക്കിയുള്ള ഒരു കുറച്ചുകൂടെയൊക്കെ അങ്ങ് കിട്ടും കേട്ടോ. എന്നാൽ നമ്മളിതാണ്ട് കട്ടയായിട്ട് കിടക്കുന്നത് നമ്മൾ തേങ്ങാപ്പാൽ യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് ഇത്രയും മാത്രം ചണ്ടി കിട്ടിയത്. അല്ല തേങ്ങയാണ് നേരിട്ട് അരയ്ക്കുന്നതെങ്കിൽ ഒരുപാട് ചണ്ടി ഇങ്ങനെ കിട്ടും കേട്ടോ.
ഇതിപ്പോൾ നമ്മൾ തേങ്ങാപ്പാലല്ലേ യൂസ് ചെയ്ത്, അത് കണക്ക് തന്നെ പച്ചരി നന്നായിട്ട് കുതിർന്നതിന് ശേഷം അരയ്ക്കുന്നതാണ് നല്ലത്. ഒട്ടും തന്നെ കട്ടി കാണാൻ പാടില്ല. ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നതേ ഇതാണ്ട ഈ ഒരു ഇതാണ്ടോ ഇങ്ങനെ ഇരിക്കണം. ഒട്ടും തന്നെ കട്ടിയില്ലാത്ത രീതിയിൽ വേണേ ഇത് കലക്കിയെടുക്കാനായിട്ട് കേട്ടോ. അത് കണക്ക് തന്നെ തേങ്ങാപ്പാൽ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. നിങ്ങൾക്കിപ്പം അഥവാ തേങ്ങാപ്പാൽ കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് വെള്ളം യൂസ് ചെയ്ത് ചെയ്യാം. പക്ഷേ നമ്മളുടെ പാലാട എപ്പോഴും തേങ്ങാപ്പാൽ മാത്രം യൂസ് ചെയ്തെടുക്കുമ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ. ഇനി നമുക്കൊരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ വെച്ച് കൊടുത്ത് നന്നായിട്ട് ചൂടാക്കണം. നല്ല ചൂടുണ്ടായിരിക്കണം. ഓരോ വെട്ടവും ഒഴിക്കുമ്പം ഇതേ കണക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. കാര്യം എന്ന് വെച്ചാൽ അരി ആയത് കാരണം പെട്ടെന്ന് അടിയിലിങ്ങനെ ഉറയാൻ സാധ്യതയുണ്ട് കേട്ടോ. ഒരു കൈ കൊണ്ട് നമ്മൾ മാവ് ഒഴിച്ച് കൊടുക്കുകയും ഒരു കൈ കൊണ്ട് ഇത് ചുറ്റിക്കുകയും ചെയ്യണം കേട്ടോ. അങ്ങനെ ആകുമ്പോഴാണ് നല്ല തിന്നായിട്ടുള്ള പാലാട നമുക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. ഇനി ഒരു മിനിറ്റ് ഒന്നും വേണ്ടി വരത്തില്ല. ഒരു കുറച്ച് നേരം ഒരു മിനിറ്റ് കണക്ക്, എനിക്ക് സമയം അങ്ങനെ പറയാൻ അറിയില്ല കേട്ടോ. എന്നാലും ഒരു മിനിറ്റൊക്കെ ആകുമ്പോൾ എന്താണ്ട് ഇതേ കണക്ക് പാനിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരും കേട്ടോ. കാണുമ്പോൾ തന്നെ അറിയാമല്ലോ എത്രത്തോളം സോഫ്റ്റ് ആണെന്ന്. ദാണ്ടേ ഞാൻ അടുത്ത് കാണിച്ചു തരാം കേട്ടോ. അത്രയ്ക്ക് തിന്നുമാണ്, നല്ല സോഫ്റ്റുമാണ് കേട്ടോ. ഇതേ കണക്ക് പെട്ടെന്ന് തന്നെ നമ്മൾ ചുറ്റിച്ചു കൊടുക്കണം. എത്രത്തോളം സ്പീഡിൽ നമുക്ക് ചുറ്റിക്കാൻ പറ്റുന്നോ അത്രയും കട്ടി കുറഞ്ഞ് നമുക്ക് പാലാട കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ ഓരോന്ന് നമുക്ക് ഓരോ വെട്ടവും നമ്മൾ ഒഴിക്കാൻ നേരം തീ കൂട്ടി വെക്കുകയും വേണം. നമ്മൾ ഒഴിച്ചതിന് ശേഷം തീ അല്പം കുറച്ച് വെക്കണം കേട്ടോ. മീഡിയം ഫ്ലെയിമിൽ ഇച്ചിരി കൂടെ ഒന്ന് താഴ്ത്തി വെക്കുമ്പോഴാണ് അത് നന്നായിട്ട് വെന്തിടുന്നത് കേട്ടോ. വെന്ത് കഴിയുമ്പോൾ ഈ അരിവെല്ലാം ഇങ്ങനെ ഇളകി വരും. അത് കണക്ക് തന്നെ നമുക്കിത് തിരിച്ചിടണ്ട കേട്ടോ. ഈ അപ്പം നമുക്ക് തിരിച്ചിട്ട് നമ്മൾ സാധാരണ അപ്പം ചുടുമ്പോൾ നമ്മളിത് തിരിച്ചിട്ടല്ലേ വേവിക്കുന്നത്, അല്ല ദോശയൊക്കെ ചുടുമ്പോൾ നമ്മൾ തിരിച്ചിട്ട് വേവിക്കത്തില്ലേ. പാലാട ഉണ്ടാക്കുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് വേവിക്കേണ്ട. പകരം ഇങ്ങനെ തൊടുമ്പോൾ നമുക്ക് ഒട്ടിയൊന്നും വരത്തില്ല കേട്ടോ. അങ്ങനെ അങ്ങ് നമുക്ക് മടക്കിയെടുക്കാവുന്നതാണ്. ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കത്തൊന്നുമില്ല കേട്ടോ. നല്ല പെർഫെക്റ്റായിട്ട് മാവ് വരുവാണെങ്കിൽ ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാതെ കിട്ടുമേ. അപ്പം എന്താണ്ടേ നമ്മളുടെ പാലാട എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാ നോക്കിയേ, കൈ ഇതിൻ്റെ അകത്തൂടെ കാണാൻ പറ്റും. അത്രയ്ക്ക് കട്ടി കുറഞ്ഞ രീതിയിലാണ് നമുക്ക് ഈ പാലാട കിട്ടിയിരിക്കുന്നത്. നിങ്ങൾ ഒരു വട്ടമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം സബ്സ്ക്രൈബ് ചെയ്താണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നുപോലെ. അതേ കണക്ക് തന്നെ ഈ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതേ കണക്ക് കമൻ്റ് ഇടാനും മറന്നു പോരുത് കേട്ടോ. അപ്പോൾ എന്താ നോക്കിയേ, നമ്മുടെ പാലാടയെല്ലാം പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുവാണെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് പാലാട ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പം നല്ല ടേസ്റ്റിയാണ്. കറിയൊന്നും ഇല്ലെങ്കിൽ നമുക്ക് തേങ്ങാപ്പാലും പഞ്ചസാരയും ചേർത്ത് കഴിക്കാനും അടിപൊളിയാണ് കേട്ടോ. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ ബൈ ബൈ, സീ യു.